ആദിത്യ ചെയറിൽ ചാരിയിരുന്നു. AC-യുടെ തണുപ്പിലും അവൻ വിയർത്തൊലിച്ചു. കണ്ണുകൾ പതിയെ അടഞ്ഞു. റിസപ്ഷനിൽ നിന്ന് നിധി പറഞ്ഞ 2 പേരുകൾ: മായ ഭാസ്കർ, വിനോദ് മേനോൻ. ആ പേരുകൾ അവൻ്റെ മനസ്സിനെ 1 വർഷം പിന്നിലേക്ക് വലിച്ചുകൊണ്ടുപോയി. 1 വർഷം മുമ്പ് ചെന്നൈ. രാവിലെ 8:15. ചെന്നൈ എയർപോർട്ടിന് മുന്നിൽ ഒരു കറുത്ത BMW പതിയെ വന്നു നിന്നു. ഡോർ തുറന്ന് കാറിനകത്ത് കയറിയത് ആദിത്യ നമ്പ്യാർ. കറുത്ത 3-piece സ്യൂട്ട്, വെള്ള ഷർട്ട്, കറുത്ത ടൈ, കയ്യിൽ ലാപ്ടോപ്പ് ബാഗ്. മുഖത്ത് ആത്മവിശ്വാസവും ഗൗരവവും. ക്രിയേറ്റീവ് വിങ്സ് അഡ്വർടൈസിംഗിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഹെഡ് എന്ന നിലയിൽ ഇന്ത്യയിലെ പ്രമുഖ അഡ്വർടൈസിംഗ് ഏജൻസീസ് പങ്കെടുക്കുന്ന ബ്രാൻഡ് സ്ട്രാറ്റജി ആൻഡ് മാർക്കറ്റിംഗ് സമ്മിറ്റിൽ പങ്കെടുക്കാനാണ് അവൻ്റെ വരവ്. കാറിൽ കയറി ഹോട്ടലിലേക്ക് പോകുമ്പോൾ ചെന്നൈ നഗരത്തിൻ്റെ തിരക്ക് കാറിൻ്റെ ജനാലയിലൂടെ അവൻ വെറുതെ നോക്കിയിരുന്നു. മനസ്സിൽ മുഴുവൻ ഇന്നത്തെ പ്രസൻറ്റേഷനായിരുന്നു. ഹോട്ടലിലെത്തി റൂമിൽ ഫ്രഷായി. ക്ലോക്കിൽ സമയം 9:30. കോട്ട് ശരിയാക്കി, ടൈ നേരെയാക്കി, ലാപ്ടോപ്പ് എടുത്ത് കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു. അതേസമയം ഹോട്ടലിൻ്റെ മറുവശത്ത് ഒരു വെള്ള ഓഡി കാർ വന്നു നിന്നു. അതിൽ നിന്ന് പുറത്തിറങ്ങിയത് മായ ഭാസ്കർ. ഇളം നീല നിറത്തിലുള്ള ഫോർമൽ സ്യൂട്ട്, കഴുത്തിൽ ID കാർഡ്, ഒതുക്കി കിട്ടിയ നീളൻ മുടി, സ്വർണ്ണ നിറം പോലെ തിളങ്ങുന്ന ചർമ്മം, മുഖത്ത് ആത്മവിശ്വാസം. കയ്യിൽ ടാബും കുറച്ച് ഫയലുകളും. മിയാമി അഡ്വർടൈസിംഗ് കമ്പനി CEO-യുടെ പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന നിലയിൽ അവളും അതേ മീറ്റിംഗിലേക്ക് വന്നതാണ്. റിസപ്ഷനിൽ രജിസ്റ്റർ ചെയ്ത് കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു. ഹാളിൻ്റെ വലിയ ഗ്ലാസ് ഡോർ ഒരേ സമയം തുറന്നു. ഒരു വശത്ത് നിന്ന് ആദിത്യ, മറുവശത്ത് നിന്ന് മായ. ഇരുവരും ഒരേ നിമിഷം അകത്തേക്ക് കയറി. ആരും ആരെയും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഹാളിൻ്റെ നടുവിലെത്തിയപ്പോൾ ഒരേ സമയം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. സമയം ഒരു നിമിഷം നിശ്ചലമായതുപോലെ. മായ ആദ്യ നോട്ടം മാറ്റി, പിന്നെ തിരികെ നോക്കി. ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി. ആദിത്യയുടെ മനസ്സിലൂടെ അറിയാതെ ഒരു ചിന്ത കടന്നുപോയി. ഇത്ര ഭംഗിയുള്ളൊരു പെൺകുട്ടിയെ ഞാനിതുവരെ കണ്ടിട്ടുണ്ടോ? അവനും ചെറുതായി പുഞ്ചിരിച്ചു. കോൺഫറൻസ് ഹാളിനുള്ളിൽ രാജ്യത്തെ പ്രമുഖ കമ്പനികളുടെ പ്രതിനിധികൾ ഓരോരുത്തരായി സീറ്റുകളിലിരുന്നു. വലിയ LED സ്ക്രീനിൽ മീറ്റിംഗിൻ്റെ ലോഗോ തെളിഞ്ഞു. ബ്രാൻഡ് സ്ട്രാറ്റജി ആൻഡ് മാർക്കറ്റിംഗ് സമ്മിറ്റ് 2025. ആദിത്യ തൻ്റെ കമ്പനിക്കായി മാറ്റിവെച്ച റിസർവ്ഡ് സീറ്റിൽ ഇരുന്നു. അറിയാതെ തന്നെ അവൻ്റെ കണ്ണുകൾ വീണ്ടും ഹാളിലാകെ പരതി, ആരെയോ തിരിയുന്നത് പോലെ. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൾ അകത്തേക്ക് നടന്നു വന്നു. മായ. അവളുടെ കയ്യിൽ ടാബും കുറച്ച് ഫയലുകളും. ആത്മവിശ്വാസത്തോടെ നടന്ന് CEO-യുടെ സീറ്റിന് പിറകിലുള്ള ചെയറിൽ ഇരുന്നു. ആദിത്യ അറിയാതെ തന്നെ അവളെ നോക്കിക്കൊണ്ടിരുന്നു. അതേസമയം മായയും ഒന്ന് തലയുയർത്തി. അവരുടെ കണ്ണുകൾ വീണ്ടും കൂട്ടിമുട്ടി. ഇത്തവണ 2 പേരും പെട്ടെന്ന് നോട്ടം മാറ്റിയില്ല. ഒരു നിമിഷം മായ ചെറുതായി പുഞ്ചിരിച്ചു. ആദിത്യയും തിരിച്ചൊരു പുഞ്ചിരി സമ്മാനിച്ചു. മുൻ പരിചയമില്ലാത്ത 2 വ്യക്തികൾ വെറും ഒരു പുഞ്ചിരിയിലൂടെ പരസ്പരം ശ്രദ്ധിക്കാൻ തുടങ്ങിയ നിമിഷം മീറ്റിംഗ് തുടങ്ങി. ഒന്നിനു പുറകെ ഒന്നായി പ്രസൻറ്റേഷനുകൾ. ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് ട്രെൻഡ്സ്, കൺസ്യൂമർ സൈക്കോളജി, ക്രിയേറ്റീവ് ക്യാമ്പയിൻ അനാലിസിസ്. ഓരോരുത്തരും അവരവരുടെ ആശയങ്ങൾ അവതരിപ്പിച്ചു. ആദിത്യ ശ്രദ്ധയോടെ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടെ അവൻ്റെ നോട്ടം മായയിലേക്ക് വഴുതിപ്പോകും. അവൾ സംസാരിക്കുമ്പോൾ CEO-യ്ക്ക് വേണ്ടുന്ന വിവരങ്ങൾ കൃത്യമായി കൈമാറുന്നത്, നോട്ട്സ് എടുക്കുന്നത്, ആത്മവിശ്വാസത്തോടെ മറുപടി പറയുന്നത് എല്ലാം അവൻ ശ്രദ്ധിച്ചു. സുന്ദരി മാത്രമല്ല, ടാലൻറ്റുമുണ്ട്, അവൻ മനസ്സിൽ പറഞ്ഞു. ആദ്യത്തെ കോഫി ബ്രേക്ക്. ഹാളിന് പുറത്തുള്ള കോഫി കൗണ്ടർ. പങ്കെടുത്തവരെല്ലാവരും ചെറിയ കൂട്ടങ്ങളായി കോഫി കുടിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ആദിത്യ ഒരു കപ്പ് ബ്ലാക്ക് കോഫി എടുത്തു. തിരിഞ്ഞതും അല്പം അകലെയായി മായ നിൽക്കുന്നത് ആദിത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കയ്യിൽ കാപ്പിക്കപ്പ്. അവളും അതേസമയം അവനെ നോക്കി. കണ്ണുകൾ വീണ്ടും കൂട്ടിമുട്ടി. ഇത്തവണ മായ ആദ്യം പുഞ്ചിരിച്ചു.
ആദിത്യയും ചിരിച്ചുകൊണ്ട് തലകുലുക്കി. അത്രമാത്രം. സംസാരമൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇരുവരും പരസ്പരം ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ഹാൾ. തിരക്കിനിടയിൽ ഭക്ഷണമെടുത്ത് തിരിഞ്ഞ ആദിത്യ സീറ്റ് അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴാണ് മായ തൻ്റെ ചെയറിൽ ഇരുന്നുകൊണ്ട് അടുത്തുള്ള ഒടിഞ്ഞ സീറ്റ് ആദിത്യയ്ക്ക് കാണിച്ചു കൊടുത്തത്. ഇവിടെ ഇരുന്നോളൂ. ഒരു നിമിഷം ആദിത്യ അത്ഭുതപ്പെട്ടു. പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ എതിർവശത്തിരുന്നു. ആദ്യമായി അവർ തമ്മിൽ കുറച്ച് വാക്കുകൾ കൈമാറി. ഹായ്, ഹലോ, ഫുഡ് എങ്ങനെയുണ്ട്? നോട്ട് ബാഡ്. ചെറിയ ചോദ്യങ്ങൾ, ചെറിയ ഉത്തരങ്ങൾ. പക്ഷേ സംസാരത്തേക്കാൾ കൂടുതൽ സംസാരിച്ചത് അവരുടെ കണ്ണുകളായിരുന്നു. വൈകുന്നേരം ആദ്യ ദിവസത്തെ മീറ്റിംഗ് അവസാനിച്ചു. എല്ലാവരും ഹാളിൽ നിന്ന് പുറത്തിറങ്ങി. ലിഫ്റ്റിന് മുന്നിൽ തിരക്ക്. ആദിത്യയും അവിടെ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മായയും വന്ന് അവൻ്റെ അടുത്ത് നിന്നു. ഒരു നിമിഷത്തിന് നിശബ്ദത. പിന്നെ മായ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ, ക്രിയേറ്റീവ് വിങ്സിലെ ആദിത്യ നമ്പ്യാർ സാറല്ലേ? ആദിത്യ ചെറുതായി അത്ഭുതപ്പെട്ടു. അതെ, എങ്ങനെ മനസ്സിലായി? മായ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ആലപ്പാട് ഗോൾഡൻ ഡയമണ്ട്സ് ക്യാമ്പയിൻ ഞാൻ കണ്ടിരുന്നു. റിയലി ബ്രില്യൻ വർക്ക്. അന്ന് മുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ് ക്രിയേറ്റീവ് വിങ്സിനെയും, ആദിത്യ സാർ, രവി സാർ, ജീവ സാർ, അങ്ങനെ എല്ലാവരെയും. ആദിത്യയുടെ മുഖത്ത് അഭിമാനത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു. ഓ, താങ്ക് യു. ലിഫ്റ്റ് തുറന്നു. ഇരുവരും ഒരുമിച്ച് അകത്തേക്ക് കയറി. ആ ചെറിയ യാത്രയിൽ അവരുടെ സംഭാഷണവും അറിയാതെ വളരാൻ തുടങ്ങി. ലിഫ്റ്റ് പതിയെ താഴേക്ക് ഇറങ്ങുകയായിരുന്നു. അകത്ത് ആദിത്യയും മായയും മാത്രമായിരുന്നു. ചെറിയ നിശബ്ദത. ആ നിശബ്ദത ഭേദിച്ചത് മായയായിരുന്നു. ആക്ച്വലി ഞാൻ നിങ്ങളുടെ കമ്പനിയുടെ ഒരുപാട് ക്യാമ്പയിൻസ് ഫോളോ ചെയ്യാറുണ്ട്. ആദ്യത്തെ ചെറുതായി ചിരിച്ചു. അതെയോ? അതെ. പ്രത്യേകിച്ച് ക്രിയേറ്റീവ് വിങ്സ് ചെയ്യുന്ന ജ്വല്ലറി ആഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോന്നിനും വേറിട്ട ഫീലുണ്ട്. ആദിത്യ അവളെ നോക്കി. താങ്ക് യു. ഇതുവരെ ആരും ഇത്ര വിശദമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല, ആദിത്യ കൂട്ടിച്ചേർത്തു. മായ ചിരിച്ചു. എനിക്ക് അഡ്വർടൈസിങ് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാവും. അപ്പോഴേക്കും ടിങ്, ലിഫ്റ്റ് തുറന്നു. രണ്ടുപേരും ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങി. സി യു ടുമോറോ. മായ കൈവീശി. സി യു സർ. ആദിത്യയും പുഞ്ചിരിച്ചു. അടുത്ത ദിവസം രാവിലെ കോൺഫറൻസ് തുടങ്ങാൻ ഇനിയും സമയമുണ്ടായിരുന്നു. ഹോട്ടലിൻ്റെ ഗാർഡനിൽ ഒരു കപ്പ് കാപ്പിയുമായി ഇരിക്കുകയായിരുന്നു ആദിത്യ. അപ്പോഴാണ് ഗുഡ് മോർണിംഗ് എന്നൊരു മൃദുവായ ശബ്ദം. തിരിഞ്ഞു നോക്കിയപ്പോൾ മായ. ഇളം പച്ച നിറത്തിലുള്ള ഫോമൽ ഡ്രസ്സിൽ, മുഖത്ത് നിറയെ പുഞ്ചിരിയോടെ. ഗുഡ് മോർണിംഗ് സർ. ആദിത്യയും മറുപടി പറഞ്ഞു. ഞാനിവിടെ ഇരുന്നോട്ടെ? ഷോ. അവൾ അവൻ്റെ എതിർവശത്തിരുന്നു. ആദ്യമൊക്കെ ജോലിയെക്കുറിച്ച് മാത്രമായിരുന്നു അവരുടെ സംസാരം. പതിയെ അത് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങി. കോഫി തീർന്നപ്പോഴേക്കും അവർക്ക് സമയം പോയതറിഞ്ഞില്ല. അയ്യോ, കോൺഫറൻസ് തുടങ്ങാറായി. മായ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. വാ, ഇല്ലെങ്കിൽ ആദ്യ ദിവസം പോലെ വീണ്ടും ലേറ്റാവും. രണ്ടുപേരും ഒരുമിച്ച് ഹാളിലേക്ക് നടന്നു. ആ ദിവസത്തെ മീറ്റിങ്ങിൽ അറിയാതെ തന്നെ അവർ പരസ്പരം തിരയുന്ന അവസ്ഥയിലായിരുന്നു. ഒരു ചെറിയ പുഞ്ചിരി, ഒരു കണ്ണോട്ടം, ഒരേ സമയം കാപ്പിയെടുക്കൽ, ഒരേ മേശയിൽ ലഞ്ച്, എല്ലാം സ്വാഭാവികമായി സംഭവിച്ചു. 3 ദിവസത്തെ കോൺഫറൻസ് അവസാനിക്കാറായപ്പോഴേക്കും ആദിത്യയും മായയും വെറും പരിചയക്കാർ മാത്രമായിരുന്നില്ല. അറിയാതെ തന്നെ പരസ്പരം കാത്തിരിക്കുന്ന 2 കമിതാക്കളായി അവർ മാറിയിരുന്നു. കോൺഫറൻസ് കഴിഞ്ഞ് തിരികെ റൂമിലോട്ട് പോകാൻ നേരം, നമുക്കൊരു കോഫി കുടിച്ചിട്ട് പോകാം, ആദിത്യ മായയോട് ചോദിച്ചു. കോഫി മാത്രം മതിയോ എന്ന് കുറുമ്പോടെ തിരിച്ചു മായയും ചോദിച്ചു. ഹോട്ടലിനടുത്തുള്ള ചെറിയ കഫേ. ജനാലയിലൂടെ കാണുന്ന മഴ. ഒരു കോഫി കപ്പിനൊപ്പം മണിക്കൂറുകളോളം നീളുന്ന സംഭാഷണങ്ങൾ. ജോലി, സ്വപ്നങ്ങൾ, കുടുംബം, കുട്ടിക്കാല ഓർമ്മകൾ, ജീവിതത്തിൽ ഒരിക്കലും മറ്റാരോടും പറയാത്ത ചില കാര്യങ്ങൾ പോലും അവർ പരസ്പരം പങ്കുവയ്ക്കുവാൻ തുടങ്ങി. അന്നത്തെ വൈകുന്നേരം മായയുടെ നിർബന്ധപ്രകാരം അവർ മറീന ബീച്ചിലേക്ക് പോയി.
കടൽക്കാറ്റ് അവളുടെ മുടിയിഴകളെ തഴുകിക്കൊണ്ടിരുന്നു. ചെരുപ്പുകൾ കയ്യിൽ പിടിച്ച് നനഞ്ഞ മണലിലൂടെ ഇരുവരും പതിയെ നടന്നു. ഓരോ തിരമാലയും വന്ന് അവരുടെ കാലുകളെ തൊട്ടുമടങ്ങി. മായ ഒരു കുട്ടിയെപ്പോലെ തിരമാലകൾക്ക് പിന്നാലെ ഓടി. ആദിത്യ വാ എന്ന് വിളിച്ചപ്പോൾ അവനും ചിരിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ ഓടി. ഓടുന്നതിനിടെ മായയുടെ കാൽ മണലിൽ വഴുതി. വീഴാൻ പോയ അവളെ ആദിത്യ പെട്ടെന്ന് കയ്യിൽ പിടിച്ചു വലിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തി. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. ആദിത്യയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. താങ്ക് യു, അവൾ പതിയെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈവലയത്തിൽ നിന്ന് പുറത്തു വന്നു. ഓൾവേസ്. ആദിത്യയുടെ മറുപടി അതിലും പതിഞ്ഞതായിരുന്നു. രാത്രിയായാൽ ഹോട്ടലിൻ്റെ ടെറസായിരുന്നു അവരുടെ ലോകം. താഴെ ചെന്നൈ നഗരം 1000 വിളക്കുകളാൽ തിളങ്ങും. മുകളിലാകെ നക്ഷത്രങ്ങൾ, കയ്യിൽ ചൂട് കോഫി, ഇടയിൽ അവസാനിക്കാത്ത സംഭാഷണങ്ങൾ. ചിലപ്പോൾ സംസാരിക്കാതെ തന്നെ അവർ ഒരുമിച്ച് നിന്നു. ആ നിശബ്ദത പോലും അവർ ആസ്വദിച്ചു. കടൽക്കാറ്റ് വീശുമ്പോൾ മായയുടെ മുടിയിഴകൾ കാറ്റിൽ പറന്ന് ആദിത്യയുടെ തോളിൽ തട്ടി. അവൾ ചമ്മലോടെ മുടിയൊതുക്കും. ആദിത്യ വെറുതെ പുഞ്ചിരിച്ചു. അറിയാതെ അവരുടെ കൈകൾ പലപ്പോഴും തമ്മിൽ കൂട്ടിമുട്ടി. ഒരുമിച്ച് നടക്കുമ്പോൾ തോളുകൾ ചെറുതായി ഉരുമ്മി കടന്നുപോയി. ലിഫ്റ്റിൽ നിന്നപ്പോൾ മായയുടെ പെർഫ്യൂമിൻ്റെ സുഗന്ധം ആദിത്യയുടെ മനസ്സിൽ നിറഞ്ഞു. അവൾ അടുത്തു നിൽക്കുമ്പോഴൊക്കെ അവൻ്റെ ഹൃദയം പതിവിലേറെ വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ആദിത്യ സംസാരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിലേക്ക് ഇമ വെട്ടാതെ അവൾ നോക്കിയിരുന്നു. അവളുടെ ഓരോ നോട്ടവും ആദിത്യയുടെ ഹൃദയമിടിപ്പ് വേഗത്തിലാക്കി. 3 ദിവസങ്ങൾ. ഇരുവർക്ക് 3 ദിവസങ്ങളായി തോന്നിയില്ല. വർഷങ്ങളായി പരസ്പരം അറിയുന്നവരെ പോലെയായിരുന്നു അവർ. ആ സൗഹൃദം എപ്പോഴാണ് പ്രണയമായി മാറിയതെന്ന് ആദിത്യയ്ക്കും അറിയില്ല. പക്ഷേ ഒന്നുറപ്പായിരുന്നു, ഒരുമിച്ച് ചിലവഴിച്ച ഓരോ നിമിഷവും പരസ്പരം ഇല്ലാത്ത ഒരു ജീവിതം സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അവരെ പതിയെ എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 3 ദിവസത്തെ ബ്രാൻഡ് സ്ട്രാറ്റജി മീറ്റിംഗ് അവസാനിച്ചു. ഹോട്ടലിന് മുന്നിൽ ഓരോ കമ്പനികളുടെയും വാഹനങ്ങൾ ഒന്നൊന്നായി പുറപ്പെട്ടുകൊണ്ടിരുന്നു. ഹോട്ടലിൻ്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ മായ തൻ്റെ കാറിൻ്റെ അടുത്ത് നിന്നു. ആദിത്യയും അവളുടെ അടുത്തേക്ക് നടന്നു. അപ്പോൾ ഇനി വീണ്ടും എപ്പോഴാണ് കാണുന്നത്? ആദിത്യ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് വിധി തീരുമാനിക്കട്ടെ, മായ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇനി കോഫി കുടിക്കണമെന്ന് തോന്നിയാൽ ഒരു കോൾ ചെയ്താൽ മതി, മായ കൂട്ടിച്ചേർത്തു. കോഫി കുടിക്കാൻ മാത്രമാണോ? അവൻ ചോദിച്ചു. അല്ല, അവൾ മറുപടി പറഞ്ഞു. അവൻ അവളുടെ തൊട്ടരികിൽ വന്നു നിന്ന് അവളുടെ കണ്ണുകളിൽ മാത്രം നോക്കി ചോദിച്ചു. പിന്നെ വേറെ എന്തിനാണ് ഞാൻ നിന്നെ വിളിക്കേണ്ടത്? ഒരു നിമിഷം മായയുടെ മുഖം നാണം കൊണ്ട് ചെറുതായി ചുവന്നു. ഓക്കെ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടി കാറിലോട്ട് കയറി. എന്നിട്ട് അവൾ വീണ്ടും ആദിത്യയെ നോക്കി. ബായ് ആദിത്യ, ടേക്ക് കെയർ. ആദിത്യ ബായ് എന്ന് മാത്രം പറഞ്ഞു നിർത്തി. കാർ പതിയെ മുന്നോട്ട് നീങ്ങി. റിയർ വ്യൂ മിററിലൂടെ അവൾ പിന്നിലേക്ക് നോക്കി. ആദിത്യ ഇപ്പോഴും അവിടെ നിന്നുകൊണ്ട് അവളുടെ കാർ പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ആദിത്യയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. മായ. നൈസ് ടു മീറ്റിംഗ് യു മിസ്റ്റർ ആദിത്യ നമ്പ്യാർ. ഐ ലവ് യു, മായ. ആ മെസ്സേജ് കണ്ടതും ആദിത്യയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവൻ്റെ ചുണ്ടിൽ നാണം കൊണ്ട് പുഞ്ചിരി വിരിഞ്ഞു. The pleasure was mine. Welcome to my heart, Miss Maya. I love you too, ആദിത്യ.